തുടക്കത്തിലൊക്കെ വരുമാനം വളരെ കുറവായിരുന്നു. ഇപ്പോൾ ചിലപ്പോൾ ഒരു 3000 രൂപ 4000 രൂപയൊക്കെയാണ് ഒരു മാസം കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 1 ലക്ഷത്തിനും 2 ലക്ഷത്തിൻ്റെ ഇടയ്ക്കുള്ള ഒരു വരുമാനത്തിലേക്ക് എനിക്ക് എത്താൻ കഴിഞ്ഞു. സ്റ്റാർട്ടിങ്ങിൽ 6 ബെഡിൽ നിന്നാണ് എൻ്റെ സ്റ്റാർട്ടിങ് ചെയ്തത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ ഒരു 7000 8000 ബെഡ് ഇടാനുള്ളൊരു സജ്ജീകരണമായി എന്നുള്ളതാണ്. ഇത് പിങ്ക് വെറൈറ്റിയാണ്. ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 12 ദിവസം ആകുമ്പോഴേക്കും കൂണ് വരുന്നതാണ്. എന്നെക്കുറിച്ച് അറിയാവുന്നവർക്ക് അറിയാം, അത്രയൊരു ഷൈ ആയിട്ടും അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ഇപ്പം എനിക്കൊരു കുറച്ചാളുടെ മുമ്പിൽ എന്തെങ്കിലും ഒന്ന് സംസാരിക്കാനോ ഒക്കെ ഉള്ളൊരു കഴിവ് എനിക്ക് ശരിക്കും കൂൺ കൃഷിയിൽ നിന്ന് കിട്ടിയത്. പോൺ പ്രൊഡക്ഷൻ വിത്ത് ഞങ്ങൾ കേരളം മൊത്തം അയച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വന്ന് വാങ്ങുന്നുണ്ട്. പിന്നെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് QR കോഡ് ഉള്ളത് കാരണം ഇതിൽ നിന്ന് നമുക്ക് എല്ലാ റെസിപ്പിയും കിട്ടും, ഭക്ഷണം പാചകം ചെയ്യാനായിട്ടുള്ളത്. ഇപ്പം ഞങ്ങൾ 1 വർഷം ഷെൽഫ് ലൈഫുള്ള കൂൺ വിറ്റ എന്ന് പറഞ്ഞ ഒരു പ്രോഡക്റ്റിലേക്ക് ആയി. ഒന്ന് ചിപ്പിക്കൂണും ഒന്ന് പാൽക്കൂണും. ചിപ്പിക്കൂണ് നമ്മൾ ഓയിസ്റ്ററിന്, പാൽക്കൂണിനെ മിൽക്കി എന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ കൂടുതലായിട്ടും ചെയ്യുന്നത് ചിപ്പിക്കൂണാണ്. അപ്പം നമ്മൾ ബെഡ് കെട്ടി ഏകദേശം ഒരു 20 ദിവസമൊക്കെ ആയപ്പോഴേക്കും ഇതിൽ നന്നായിട്ട് കൂണ് വന്നു തുടങ്ങി. കൂണ് വന്നു കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മുട്ട് കണ്ടതിന് ശേഷം നമ്മൾ 3 ദിവസം ആകുമ്പോഴേക്കും അത് വിടർന്ന് ഇതുപോലെ ആയി വരും. അപ്പം നമ്മളിതിങ്ങനെ അടർത്തിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് നമുക്ക് ഇത് എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഒരു ബെഡ് കെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 3 മാസത്തേക്കാണ് കിട്ടണത്. വക്യോലി ചെയ്യുകയാണെങ്കിൽ 15 ദിവസം ആകുമ്പോഴേക്കും ആകും. അറക്കപ്പൊടിയിലാണെങ്കിൽ ഒരു 20-25 ദിവസത്തിനുള്ളിൽ വരും. പക്ഷേ ചൂടാകുമ്പോൾ അതനുസരിച്ച് വ്യത്യാസം വരും. പിന്നെ ചില വെറൈറ്റി വിത്തിനനുസരിച്ചും അതിൻ്റെ സ്പോണിൻ്റെ ഇതിനനുസരിച്ചും വ്യത്യാസം വരും. ഇപ്പോൾ പിങ്ക് കളറിലുള്ളതാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ചൂടായാലും ഒരു 13-14 ദിവസം ആകുമ്പോഴേക്കും നമുക്ക് കൂണ് കിട്ടി തുടങ്ങും എന്നുള്ളതാണ്. സോഫ്റ്റ് വുഡിൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം എല്ലാവരും ചോദിക്കുന്നത് തേക്കിലോ പ്ലാവിലോ തെങ്ങിലൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കും. പക്ഷേ അത് നമുക്ക് ചെയ്യാൻ പറ്റുകയില്ല. അത് ഹാർഡ് വുഡാണ്. പിന്നെ ഇത് 15 ദിവസത്തിനുള്ളിൽ അഴുകി ഇതിൻ്റെ ഫുഡായിട്ട് മാറണം കൂണിന് വളരാനായിട്ട്. അതുകൊണ്ടാണ് നമ്മൾ സോഫ്റ്റ് വുഡ് ഉപയോഗിക്കുന്നത്. ബെഡ് കെട്ടിയ 3 മാസം വരെയാണ് അതിൽ നിന്ന് നമ്മൾ കൂണെടുക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇപ്പോൾ 20-ാം ദിവസം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിതിൽ ഒരു 35-ാം ദിവസം വരുള്ളൂ. ഒരു 2 ആഴ്ച ഗ്യാപ്പിലേ വരുത്തുള്ളൂ. നമ്മുടെ മറ്റേ പച്ചക്കറികളെ പോലെ 1.5 ദിവസങ്ങളിലൊന്നും നമുക്ക് എടുക്കാൻ സാധിക്കില്ല. അങ്ങനെ ഒരു 15-20 ദിവസം ഗ്യാപ്പ്. പിന്നെ അതിനുള്ളിൽ കാലാവസ്ഥയിൽ വ്യത്യാസം വരികയാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ മുമ്പിൽ വന്നു എന്നിരിക്കാം. 15 എന്നുള്ളത് 10ലേക്ക് ആയിന്നിരിക്കാം. അത് മിനിമം ഒരു 15 സാധാരണ രീതിയിൽ വരുന്നത്. അപ്പോൾ ഒരു 20 ദിവസത്തിലെടുത്താൽ പിന്നെ 35, പിന്നെ 60, പിന്നെ 75 ആ ഒരു രീതിയിൽ പോകും. അത് കഴിയുമ്പോൾ നമ്മളിതിനെ കമ്പോസ്റ്റാക്കി മാറ്റും. ഇപ്പോൾ ഈ 4 പ്രാവശ്യം കൊണ്ട് നമുക്ക് 1 കിലോ ആണ് കിട്ടുന്നത്. പക്ഷെ മഴക്കാലത്തൊക്കെ നമുക്കൊരു 750 ഗ്രാം വരെ പ്രതീക്ഷിക്കാം. പിന്നെ കാലാവസ്ഥ നമ്മുടെ ഓരോരുത്തർ സ്ഥലത്തിൻ്റെ അനുസരിച്ചൊക്കെ വ്യത്യാസങ്ങൾ, അവിടെ ഹ്യൂമിഡിറ്റിയും ടെമ്പറേച്ചറിലൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ കൂണ് വരുന്നതിലും വ്യത്യാസം ഉണ്ടാകും. ഒരു ബെഡ് കെട്ടാനായിട്ട് നമുക്കുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 50 രൂപയാണ്. അപ്പോൾ നമുക്ക് ഒരു 500 ഗ്രാം കിട്ടിയാലും നമുക്ക് ലാഭമാണ്. പിന്നെ അവസാനം കമ്പോസ്റ്റ് നമുക്ക് ഉണ്ടാക്കി നല്ല വളമായിട്ട് വിൽക്കാനായിട്ട് സാധിക്കും. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചെറുതുടങ്ങി ഒരു കൂട്ടുകുടുംബത്തിൽ ജനിച്ച് വളർന്ന ഒരു വ്യക്തിയാണ്. അത് കഴിഞ്ഞ് പഠിച്ചതെല്ലാം ഹോസ്റ്റലിൽ നിന്നാണ്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞെങ്കിലും ഫ്ലാറ്റിലുള്ള ജീവിതമായിരുന്നു. അതിനുശേഷം ഹസ്ബൻഡിന് ജോലി ട്രാൻസ്ഫറായി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു വീട് വെച്ചു. അപ്പോൾ പിന്നെ എനിക്ക് സമയം പോകുന്നില്ല. അപ്പോഴേക്കും മക്കളൊക്കെ 10ലും 11ലായി. അപ്പോൾ പിന്നെ സമയം ഒരു വേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുകയാണെങ്കിൽ, അങ്ങനെയാണ് ഇതിലേക്ക് വന്നത്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു കൃഷി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിൽ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ് കൃഷിയോട്. അപ്പം അങ്ങനെയാണ് ഞാനിതിലേക്ക് വന്നത്. ഞങ്ങളിങ്ങനെ വീട്ടിൽ ചർച്ച എന്ത് ചെയ്യും എന്നുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ ഒരു മോണ്ടിസോറിയുടെ ഒരു പ്ലേ സ്കൂൾ തുടങ്ങാനായിട്ടുള്ള 1 വർഷത്തെ കോഴ്സ് ഞാൻ പഠിച്ചു.
പക്ഷെ അത് വേണോ അല്ലെങ്കിൽ കൃഷി അധിഷ്ഠിതമായി എന്തെങ്കിലും വേണോ എന്നുള്ളൊരു ചിന്തയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞ നല്ലത് ഇതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളുടെ ഇവിടുത്തെ കൃഷിഭവനിൽ, അരൂര് കൃഷിഭവനിലെ മേഡം പറഞ്ഞു ഇങ്ങനൊരു ക്ലാസ് വരുന്നുണ്ട്, കൂണിൻ്റെ ക്ലാസ് വരുന്നത്, അതൊന്ന് വന്ന് നോക്കാൻ പറഞ്ഞു. എനിക്ക് ക്ലാസ് കേട്ടപ്പോൾ അതിനോടൊരു ചെറിയൊരു താല്പര്യമൊക്കെ തോന്നി. അങ്ങനെയാണ് ഞാൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ആ വിത്തൊക്കെ മേടിച്ചുകൊണ്ട് ഇവിടെ വന്ന് എൻ്റെ ബാൽക്കണിയിലായിരുന്നു ഇതിൻ്റെ തുടക്കം വീടിൻ്റെ. അപ്പോൾ ബാൽക്കണിയിൽ ചെയ്ത് അപ്പോൾ ഹസ്ബൻഡ് എല്ലാം സജ്ജീകരിച്ച് വന്നു. എനിക്ക് ഇതിന് നേരിട്ടുള്ള സൂര്യപ്രകാശമൊന്നും അടിക്കാൻ പാടില്ല, പിന്നെ ഹാങ് ചെയ്തിടണം. അപ്പോൾ അതിനുള്ള എല്ലാ സൗകര്യങ്ങളൊക്കെ എനിക്ക് ചെയ്തു തന്നു. അങ്ങനെ ഞാനൊരു 6 ബെഡിലായിരുന്നു എൻ്റെ തുടക്കം. പിന്നെ അത് അപ്പോൾ എനിക്ക് നന്നായിട്ട് കൂണൊക്കെ കിട്ടി. പിന്നെ അത് 15 എണ്ണം ചെയ്തു, പിന്നെ അത് 60 എണ്ണം ചെയ്തു. അപ്പോഴൊക്കെ നന്നായിട്ട് വന്നു. അപ്പോഴാണ് ഈ ഷെഡ് കെട്ടിയത്. ഈ ഷെഡ് കെട്ടിയിട്ട് ഞാൻ 300 ബെഡും ഇട്ടതാണ്. അങ്ങനെ ഏറ്റവും ആദ്യം എനിക്ക് പരാജയമാണ് വന്നത്, കൂടുതൽ ബെഡ് ഇട്ട് കഴിഞ്ഞപ്പോൾ. അപ്പം ഞാൻ വിചാരിച്ചപ്പോൾ ഒരു 1.5 ലക്ഷം രൂപ അന്ന് 2008 മുടക്കി ചെയ്തതാണ് ആ ഷെഡ്. വിചാരിച്ചു ഞാൻ ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല, ഇവിടെ വെച്ച് നിർത്തിയേക്കാം. പക്ഷേ ഹസ്ബൻഡും മക്കൾ സമ്മതിച്ചില്ല. അമ്മ വേണ്ട, എന്തെങ്കിലും ഒരു നല്ലതിന് വേണ്ടി ആയിരിക്കും, ഈ പരാജയം ഒരു വിജയത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും അമ്മ ഇത് തുടരണമെന്ന് പറഞ്ഞു. പിന്നെ അവരുടെ ഒരു പ്രോത്സാഹനം പ്രചോദനമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് പിന്നെ ഞങ്ങൾ നന്നായിട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അന്ന് അധികം പേരൊന്നും ഇല്ല കേരളത്തിൽ, പലയിടത്തും ഒരു 5-6 പേരൊക്കെ നന്നായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എല്ലായിടത്തും എന്നെ കൊണ്ടുപോയി. ഇപ്പോൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് ഓരോ ടിപ്സ് കിട്ടും. അങ്ങനെ വീണ്ടും ഞാൻ റീസ്റ്റാർട്ട് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ അന്ന് അത്രയും ബെഡ് പോയത് മാധ്യമത്തിൻ്റെ ഈർപ്പം കറക്റ്റ് അല്ലാത്തത് കൊണ്ടായിരുന്നു. ക്ലാസ്സിൽ പോയിരുന്നെങ്കിലും കുറേ കേൾക്കും, കുറേ കേൾക്കില്ല, അങ്ങനെയുള്ള സ്വാഭാവികമായിട്ട്. അപ്പോൾ ആദ്യമേ എന്തോ നമുക്ക് തുടക്കത്തിൽ വേറെ ഫംഗസുകളൊന്നുമില്ല, അങ്ങനെ എല്ലാം കറക്റ്റായിട്ട് വന്നു. പക്ഷെ കൂടുതൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ആദ്യം അങ്ങനെ കേടായിപ്പോയി. പിന്നെ വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ. പിന്നെ അതിങ്ങനെ തുടർന്നുകൊണ്ട് പോവുകയാണ്. പിന്നെ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പിന്നെ കുറേശ്ശെ പിന്നെ ബെഡുകൾ കൂട്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് അത്രയും നാളും കുറേ 3 വർഷത്തോളം ഇതിൻ്റെ വിത്ത്, കൂണിൻ്റെ വിത്തിന് നമ്മൾ സ്പോൺ എന്നാണ് പറയണത്, സ്പോൺ വാങ്ങി ചെയ്തു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ആവശ്യത്തിനുള്ള സ്പോൺ മേടിച്ച് ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞ് അതിന് ശേഷം പിന്നെ എനിക്ക് ആവശ്യത്തിനുള്ളത് കുറേശ്ശെ വീട്ടിൽ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ ആയപ്പോൾ അത് പുറത്തേക്ക് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നെ അത് ലാർജ് സ്കെയിലിലേക്ക് വന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇതിൻ്റെ ട്രെയിനിങ് തുടങ്ങി വീട്ടിൽ തന്നെ. അന്ന് എനിക്കിങ്ങനെ ഇതിനുള്ള ഇതൊന്നും ഞാൻ ക്ലാസ് എടുക്കാനുള്ള റൂമൊന്നും ഇല്ലായിരുന്നു. എൻ്റെ വീടിൻ്റെ അകത്ത് തന്നെ ഞങ്ങളുടെ വിസിറ്റിംഗ് റൂമിൽ വെച്ച് തന്നെ ക്ലാസ് കൊടുത്തു തുടങ്ങി. പിന്നെയാണ് ഇതിൻ്റെ ട്രെയിനിങ് ഹോളൊക്കെ പണിതത്. അതിന് ശേഷം പിന്നെ വാല്യൂ അഡീഷനിലേക്ക് വന്നു. അപ്പം ഞങ്ങൾ 1 വർഷം ഷെൽഫ് ലൈഫുള്ള കൂൺ വിറ്റ എന്ന് പറഞ്ഞ ഒരു പ്രോഡക്റ്റിലേക്ക് ആയി. അപ്പം അത് നന്നായിട്ട് വിജയിക്കുകയാണെങ്കിൽ നമ്മൾക്കും സ്മോൾ സ്കെയിൽ ഫാർമേഴ്സിനെ സഹായിക്കാൻ പറ്റും. ഇനിയുള്ളൊരാഗ്രഹം, ഇനിയുള്ള ജീവിതം കുറച്ചെങ്കിലും ഒരു സൊസൈറ്റിക്ക് ഒരു നല്ലത് ചെയ്ത് മുന്നോട്ട് പോകണമെന്നുള്ളതാണ്. അപ്പോൾ ഇത് വിജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഞങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ദൈവം അനുഗ്രഹിച്ചത് തരും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഞാനതിൻ്റെ ഒരു ഉപകരണം മാത്രമൊന്നുള്ളൂ. എല്ലാം എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നതെല്ലാം ഹസ്ബൻഡാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്ത് തുടങ്ങുമ്പോഴും നമ്മുടെ ഒരു ഫാമിലി സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നടത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒന്നും എന്നെ കൊണ്ടൊന്നും ഇത്രയൊന്നും ആക്കാൻ സാധിക്കുകയില്ലായിരുന്നു. അത് എന്തായാലും നമുക്കൊരു സപ്പോർട്ട് വേണമെന്നുള്ളതാണ്. ഹസ്ബൻഡിന് ഒരു ആഗ്രഹമായിരുന്നു ശരിക്കും എന്നെ പുറത്തേക്ക് ഇറക്കി കൊണ്ടുവരിക എന്നുള്ളത്. കാരണം വീടിൻ്റെ ഉള്ളിൽ തന്നെ ചിലവഴിച്ചൊരു വീട്ടമ്മയായിരുന്നു ഞാൻ. എന്നെക്കുറിച്ച് അറിയാവുന്നവർക്ക് അറിയാത്തൊരു ഷൈ ആയിട്ടും അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്കൊരു കുറച്ചാളുടെ മുമ്പിൽ എന്തെങ്കിലും ഒന്ന് സംസാരിക്കാനോ ഒക്കെ ഉള്ളൊരു കഴിവ് എനിക്ക് ശരിക്കും കൂൺ കൃഷിയിൽ നിന്ന് കിട്ടിയത്. കൂടാതെ ഒരു വരുമാനം വരുമ്പോൾ തന്നെ നമ്മുടെ ആ കോൺഫിഡൻസ് കൂടും എന്നുള്ളതാണ്. അതൊക്കെ എനിക്ക് കൂൺ കൃഷി തന്നെ ശരിക്കും പഠിപ്പിച്ചത്. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്ന് ആ മേടിക്കുമ്പോൾ ഉള്ള ആ വ്യത്യാസവും നമ്മൾ സ്വന്തം ചെയ്തൊരു 10 രൂപയാണെങ്കിലും നമുക്കത് ചെയ്തെടുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷവും ആ സംതൃപ്തിയും വലുതാണ്. അപ്പോൾ അതൊക്കെ എന്നെ ഒരു കൂൺ കൃഷിയിൽ നിന്ന് പഠിപ്പിച്ചതാണ്. പിന്നെ പൈസയുടെ മൂല്യം ഞാൻ അങ്ങനെയാണ് ശരിക്കും മനസ്സിലാക്കിയത്. ഇപ്പം നമ്മൾ ചെറുപ്പത്തിൽ നമ്മുടെ പാരൻസിൻ്റെ അടുത്തുനിന്ന് എനിക്ക് ആ പൈസ വേണം, അവർ തരും. അതിൻ്റെ മൂല്യം ഞാൻ മനസ്സിലാക്കിയില്ല. കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡിൻ്റെ അടുത്ത് വരും, വേണം, എനിക്ക് ഇത്ര വേണം, അങ്ങനെയുള്ളൊരു സ്വഭാവമായിരുന്നു. പക്ഷേ ഇതിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് പൈസ ചിലവാക്കാൻ ഭയങ്കര ഒരു
ഇപ്പം 100 രൂപ കൊണ്ടുപോയി 50 രൂപ ഞാൻ പിടിക്കും. ഇതിനു മുമ്പ് അങ്ങനെയല്ലായിരുന്നു. ഇത് ഞാൻ സ്വന്തം ഇത് ചെയ്യണതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ 100 തന്ന് 200 ഞാൻ ചിലവാക്കും, എന്നിട്ട് ഇവിടെ വന്ന് പറയും. പക്ഷെ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ എന്നെ കൂൺ കൃഷി പഠിപ്പിച്ചു എന്നുള്ളതാണ് എനിക്ക് പറയാൻ. ഒരു കൃഷിയാണെങ്കിൽ അതിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചു. അപ്പോൾ വീട്ടമ്മമാർ ആർക്കായാലും ചെറിയൊരു വരുമാനം നമ്മൾ തന്നെ ചെയ്തെടുക്കുമ്പോൾ അത് ഫാമിലിക്കൊരു സപ്പോർട്ടാണ്, നമുക്കൊരു കോൺഫിഡൻസാണ്. അങ്ങനെയൊക്കെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നാണ് എന്നെ ഇത് പഠിപ്പിച്ചത്. ഈ കൂണ് ഫംഗസ് ആയതുകൊണ്ട് അതിൻ്റെ വിത്ത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കില്ല. അപ്പം നമ്മൾ ടിഷ്യൂ കൾച്ചർ വഴിയാണ് അത് ചെയ്തെടുക്കുന്നത്. ടിഷ്യൂ കൾച്ചർ വഴി നമ്മളത് ചെയ്തെടുത്തിട്ട് ആ ഫംഗസിനെ ഏതെങ്കിലും ധാന്യങ്ങളിലേക്ക് വളർത്തും. അത് നെല്ലാകാം, ചോളാകാം, ഗോതമ്പാകാം. പക്ഷേ ഏതാണ് നമുക്ക് വില കുറവും നമുക്ക് അടുത്ത് കിട്ടുന്ന വെച്ചാൽ ആ മീഡിയത്തിൽ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പം ഞങ്ങളിവിടെ കൂടുതലും ചോളത്തിലാണ് ചെയ്യുന്നത്. ഇത് ഈ പെട്രി ഡിഷ് പ്ലേറ്റിലേക്ക് നമ്മൾ കൂണിൻ്റെ എന്താ പറയുക, അതിൻ്റെ സ്റ്റെമ്മും ആ കൊടയും ചേരുന്ന ഭാഗത്തുനിന്ന് ഒരു പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കും. അതിങ്ങനെ ഇതിപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്ന് ഇട്ട് കൊടുത്തതാണ്. അതൊരു 10 ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും ഇതുപോലെ ഫുള്ളായിട്ട് വരും. ഈ ഫംഗസ് ഇതുപോലെ വരും. എന്നിട്ട് ഇതിൽ നിന്ന് നമ്മൾ നെൽപ്പം ഈ പാക്കറ്റുകളുണ്ടല്ലോ, ഇതിങ്ങനെ ഇപ്പോൾ ചോളമാണെങ്കിൽ ചോളം നമ്മൾ പുഴുങ്ങിയെടുത്ത് അധികം വേകാൻ പാടില്ല, ഒരു 50% വേഗം എടുത്തിട്ട് കാൽസ്യം കാർബണേറ്റായിട്ട് മിക്സ് ചെയ്ത് നമ്മളിങ്ങനെ കവറുകളിൽ നിറയ്ക്കും. എന്നിട്ട് 120 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ 20 പൗണ്ട് പ്രഷറിൽ നമ്മളിതിനെ സ്റ്റെറിലൈസ് ചെയ്യും ഓട്ടോക്ലേവിൽ വെച്ച്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മളത് തണുത്ത് കഴിയുമ്പോൾ ലാബിൽ കൊണ്ടുപോയി വെച്ചിട്ട് ഇതിൽ നിന്ന് ഇപ്പോൾ ഒരു പീസ് മുറിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കും. അത് വളർന്ന് ഒരു 10 ദിവസം കഴിയുമ്പോഴേക്കും നല്ല കട്ടയായിട്ട് വരും. അതിനെ നമ്മൾ മാതൃവിത്ത് എന്ന് പറയുക, മദർ സ്പൂൺ എന്ന് പറയുക. പിന്നെ ആ മദർ സ്പൂണിൽ നിന്ന് നമ്മൾ ഒരു 25 പാക്കറ്റുകളിലേക്ക് ആ വിത്തിൽ നിന്ന് കുറേച്ച് ഇട്ട് കൊടുക്കും. അപ്പോൾ അത് ഫസ്റ്റ് ജനറേഷൻ. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഓരോന്നിൽ നിന്ന് വേണമെങ്കിൽ 25 എണ്ണം കൂടി പകർത്താം. അപ്പോൾ അത് സെക്കൻഡ് ജനറേഷനാവും. ചിപ്പിക്ക് ഒട്ടുമിക്കവരും സെക്കൻഡ് ജനറേഷൻ തന്നെയാണ് കൊടുക്കുന്നത്. അവ തമ്മിൽ വലിയ വ്യത്യാസമില്ല കൂണ് വരുന്നതിൽ. പക്ഷേ മിൽക്കിക്കാണെങ്കിൽ ഫസ്റ്റ് ജനറേഷൻ തന്നെ കൊടുത്താലേ കൂണുണ്ടാവുള്ളൂ. സെക്കൻഡിലേക്ക് ചിപ്പിയിലാണെങ്കിൽ ഒരു 5% വ്യത്യാസം സാധാരണ രീതിയിൽ വരുള്ളൂ. വിത്ത് ഇപ്പം മദർ സ്പൂണിൽ നിന്ന് പകർത്തി ഫസ്റ്റ് ജനറേഷനായിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇത് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ കൃഷിക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഇനി വേണമെങ്കിൽ സെക്കൻഡ് ജനറേഷനിലേക്ക് പോയാലും കുഴപ്പമൊന്നുമില്ല. ഒരു 5% വ്യത്യാസമേ വരുത്തുള്ളൂ. പിന്നെ ഞങ്ങളിവിടെ കൂടുതൽ ഇപ്പം നമുക്ക് ഫാമൊക്കെ ഉള്ള കാരണം എപ്പോഴും കൂണെടുക്കാം. പിന്നെ ഞങ്ങൾക്കും കൃഷിക്കും ഉള്ളതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും ഫസ്റ്റിൽ തന്നെ അങ്ങ് നിർത്തും. നമുക്ക് കൂൺ എപ്പോഴും എടുക്കാൻ പറ്റുന്നത് കൊണ്ട് കൾച്ചർ ചെയ്ത് അങ്ങനെ ഞങ്ങൾ ചെയ്യണത്. എല്ലാ ദിവസവും ഞങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഒരു 15 ദിവസം കഴിയുമ്പോഴേക്കും നമുക്കിത് 20 ദിവസമൊക്കെ ആകുമ്പോഴേക്കും കൃഷിക്ക് കൊടുക്കാം. പിന്നെ 1.5-2 മാസം വരെ നമുക്ക് വേണമെങ്കിൽ സൂക്ഷിക്കാം. പക്ഷെ നമ്മൾ വിത്ത് മേടിച്ച് എത്രയും വേഗം ചെയ്യണത് തന്നെയായിരിക്കും നല്ലത്. പിന്നെ ഇതുപോലെ കട്ടയായിരിക്കണം, അപ്പോഴതിൻ്റെ വളർച്ച പൂർണ്ണമായിട്ടുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇത് ലൂസായിട്ട് കിടക്കും, വളർച്ച പൂർത്തിയായില്ലെങ്കിൽ. എപ്പോഴും വിത്ത് മേടിക്കുമ്പോൾ ഒന്നുകിൽ നമുക്ക് വിശ്വാസമുള്ളവരുടെ നിന്ന് മേടിക്കുക, അല്ലെങ്കിൽ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ നിന്ന് മേടിക്കുക. ഇത് എത്ര തലമുറ പകർത്തിയാലും വിത്ത് കാഴ്ചയിൽ ഇങ്ങനെ തന്നെ ഇരിക്കുകയുള്ളൂ. പിന്നെ ഈ വിത്തിൽ തന്നെ ചിലപ്പോൾ വേണമെങ്കിൽ പച്ച കളറ് ട്രൈക്കോഡർമ വരും. ആ വിത്ത് നമ്മൾ ഒരിക്കലും ഉപയോഗിക്കരുത്. ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ എവിടെയെങ്കിലും കറുത്തതോ പച്ചയോ കാണാൻ എടുക്കരുത്. പിന്നെ ചില സമയങ്ങളിൽ ഇങ്ങോട്ട് യെല്ലോ ആയിട്ടുണ്ടാവും. ഇതുപോലെയൊക്കെ ഇത് യെല്ലോ കളറിൽ വന്നിട്ട് ഇതിൻ്റെ വളർച്ച കൂടി കഴിയുമ്പോഴാണ് ഓവർ ഗ്രോത്ത്. ഇപ്പോൾ തണുപ്പും ഇതെല്ലാം വരുമ്പോൾ ഓവർ ഗ്രോത്ത് ആകുമ്പോൾ ഇങ്ങോട്ട് യെല്ലോ കളർ വരും. പക്ഷേ നമുക്ക് കൃഷിക്ക് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. ഇങ്ങനെ കാണുമ്പോൾ ആൾക്കാർക്ക് പേടി, അത് കേടാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. പക്ഷെ അത് കേടല്ല, അതിൻ്റെ ഓവർ ഗ്രോത്ത് കൊണ്ട് വന്നതാണ്. ഇത് 300 ഗ്രാം പാക്കറ്റ് 38 രൂപയാണ്. പിങ്കിൻ്റെ വരുമ്പോഴേക്കും വ്യത്യാസം വരും. പിങ്കിന് ഞങ്ങൾ 45 രൂപയായിട്ടാണ് കൊടുക്കുന്നത്. വൈറ്റ് ഓയിസ്റ്റർ 38, മിൽക്കി 50. നമ്മളിതിലാണ് സ്റ്റെറിലൈസ് ചെയ്യണത്. 124 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ 20 പൗണ്ട് പ്രഷറിൽ 1.5 മണിക്കൂർ നമ്മൾ ഇതിൽ സ്റ്റെറിലൈസ് ചെയ്യും. അതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ ഈ ഓട്ടോക്ലേവിൽ നിന്ന് എടുത്ത് നമ്മളിത് തണുത്തതിന് ശേഷമാണ് ലാബിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ഇതിൻ്റെ കൾച്ചർ ഇട്ട് കൊടുക്കുന്നത്. രീതിയിൽ ഞങ്ങൾക്ക് കൂൺ കൃഷി ചെയ്യുന്നത് കൊണ്ട് കുറേ അവാർഡുകളൊക്കെ ലഭിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും
മെയിനായിട്ടുള്ളത് നമുക്ക് ഇത് കേരളത്തിലെ സ്റ്റേറ്റ് അവാർഡാണ്, ഏറ്റവും നല്ല കൂൺ കർഷകയ്ക്കുള്ള അവാർഡ് കിട്ടി. പിന്നെ നമുക്ക് എക്സലൻസി നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഡിസ്ട്രിക്ട് തലത്തിലും പഞ്ചായത്ത് തലത്തിലും പിന്നെ പല പല ഓർഗനൈസേഷൻസിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് കൂൺ കൃഷി തുടങ്ങി കഴിഞ്ഞിട്ട് അതിന് എല്ലാ സപ്പോർട്ടും തന്നത് എൻ്റെ ഫാമിലിയാണ്. പ്രത്യേകിച്ച് എൻ്റെ ഹസ്ബൻഡാണ് എല്ലാ കാര്യങ്ങളിലും എനിക്ക് വളരെ സഹായിച്ചു തന്നത്. ഞാൻ എല്ലാത്തിനും ഒരു ഉപകരണമായിട്ട് നിന്നിട്ടുള്ളൂ. അതിൻ്റെ എല്ലാ പിന്തുണയും തന്നത് എൻ്റെ ഹസ്ബൻഡാണ്. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വൈഫ് ഇങ്ങനെ ഏകാന്തതയായിട്ട് ഇരിക്കുമ്പോഴത്തേക്കും നമുക്കൊരു സപ്പോർട്ട് ചെയ്യണം, അതുപോലെ തന്നെ അതൊരു സ്ത്രീ ശാക്തീകരണത്തിന് ഒരു എക്സാമ്പിൾ ആകുകയും ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളിത് സപ്പോർട്ടിങ് ആരംഭിച്ചത്. കൃഷിയോട് നമുക്ക് നേരത്തെ തന്നെ അഭിനിവേശമുണ്ട്. ആ കൃഷി അധിഷ്ഠിതമായിട്ട് വൈഫ് തുടങ്ങാമെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ അതിന് സർവ്വവിധ പിന്തുണയും നൽകുകയായിരുന്നു. അപ്പോൾ അത് ചെറിയ പരീക്ഷണങ്ങളിലൂടെ തുടങ്ങി, ട്രയൽ ചെയ്തപ്പോഴത്തേക്കും ശരിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പരാജയങ്ങൾ വന്നു, കേടുകൾ വന്നു. അപ്പോൾ അതിനൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്തു, അതിനൊക്കെ നമ്മൾ ഒരു പിന്തുണ കൊടുത്തു. പരാജയം വിജയത്തിൻ്റെ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. അങ്ങനെ മൊത്തം ഫാമിലി സപ്പോർട്ട് ചെയ്തു. മോളാണെങ്കിൽ ലാബിലുള്ള കാര്യങ്ങൾക്ക് സഹായിച്ചു. പിന്നെ മോനാണെങ്കിൽ അതിൻ്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കി കൈകാര്യം ചെയ്തു. അങ്ങനെ വന്നു. അപ്പോൾ അതൊരു സാച്ചുറേഷൻ പോയിൻ്റ്, കൾട്ടിവേഷൻ്റെ ഒരു സാച്ചുറേഷൻ പോയിൻ്റ് നമ്മളുടെ ലിമിറ്റഡ് സ്പേസിൽ അത് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിൽ നിന്നും നമ്മൾ ചെറുകിട കർഷകർക്ക് ഇത് പ്രയോജനം ചെയ്യത്തക്ക രീതിയിൽ ഫാം സെറ്റിങ്സും കാര്യങ്ങളും അതുപോലെ തന്നെ വിത്ത് ഉൽപ്പാദനവും കാര്യങ്ങളൊക്കെ തുടങ്ങി. മഷ്റൂമിനൊരു ഷോർട്ട് ഷെൽഫ് ലൈഫാണുള്ളത്. അപ്പോൾ വിപണനത്തിന് ആ പ്രതിസന്ധി നേരിട്ടപ്പോഴത്തേക്കും നമുക്ക് വാല്യൂ ആഡഡ് പ്രോഡക്ട്സിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഷോർട്ട് ടൈം ആയിട്ടുള്ള വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് തുടങ്ങി. മോമോസ്, കട്ട്ലേറ്റ്, ചട്നി പൗഡർ, പിക്കിള്, സാൻഡ്വിച്ച്, സമൂസ, റോൾ, അങ്ങനെയുള്ള ഷോർട്ട് ടൈം ആയിട്ടുള്ള വാല്യൂ ആഡഡ് പ്രോഡക്ട്സിലേക്ക് തുടങ്ങി. പക്ഷേ അപ്പോൾ ഒരു 1 മന്ത് കൊണ്ട് അത് അവസാനിക്കും. അപ്പോൾ അത് പോരാ, നമുക്ക് കുറച്ചുകൂടി ഷെൽഫ് ലൈഫ് കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി. അതുപോലെ തന്നെ മഷ്റൂമിൽ നമ്മൾ കൂടുതൽ പരീക്ഷിച്ചപ്പോഴത്തേക്കും അതിനകത്ത് വൈറ്റമിൻ ഡി കണ്ടൻറ്റ്, അതിന് നമ്മൾ ഡിഫൻസ് ഫുഡ് റിസർച്ച് ലാബ് മൈസൂരിലുള്ള ഒരു സയൻറ്റിസ്റ്റുമായിട്ടും എല്ലാം നമ്മൾ റിട്ടയർ ചെയ്ത് അതിൻ്റെ ഡയറക്ടറൊക്കെ ആയിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ വൈറ്റമിൻ ഡി നമുക്കിത് എൻഹാൻസ് ചെയ്ത് നല്ലൊരു പ്രോഡക്റ്റിലേക്ക് കൊണ്ടുവരാമെന്ന് മനസ്സിലാക്കി. അപ്പോൾ അങ്ങനെ വൈറ്റമിൻ ഡി എൻഹാൻസ്ഡ് ആയിട്ട് മഷ്റൂമും മില്ലറ്റ്സും കൂടി ജോയിൻ ചെയ്ത് നല്ല ഫ്ലേവേഴ്സിൽ ഒരു പ്രോഡക്റ്റ് നമ്മൾ ലോഞ്ച് ചെയ്യാനായിട്ട് തയ്യാറെടുക്കുകയാണ്. ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റിനാണ് നമ്മളിപ്പോൾ ലോഞ്ചിന് തയ്യാറെടുക്കുന്നത്. അത് കുൺവിറ്റ എന്നാണ് അതിനെ നാമകരണം ചെയ്തിരിക്കുന്നത്. അതിനെ ബേസ് ചെയ്ത് നമ്മളൊരു കമ്പനി ഫോമുകയും ചെയ്തു. ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ രൂപീകരണം ഈ പ്രോഡക്റ്റിലേക്ക് വന്നപ്പോഴാണ് ഉണ്ടായത്. ആ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ആ കമ്പനിയുടെ പേരാണ് TMJ ഫുഡ്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്. എനിക്ക് തോന്നുന്നത് മഷ്റൂമിൽ ബേസായിട്ട് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി കേരളത്തിൽ ആദ്യമായിട്ടാണ് അതിൻ്റെ സ്ഥാപനം ഉണ്ടാകുന്നത്. ഫ്രഷ് കൂൺ ഞങ്ങൾ ഇപ്പോൾ കൂടുതലായിട്ടും കൊടുക്കുന്നത് ലുലു മോള്, ഫോറം മോള്, കൊച്ചിൻ ഷിപ്പ് യാർഡിൻ്റെ ഔട്ട്ലെറ്റ്, അതുപോലെ ഞങ്ങളുടെ അടുത്തുള്ള ശാന്തിഗിരി, പോത്തീസ്, ഇങ്ങനെയുള്ള കടകളിലാണ് കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒരു ദിവസം അല്ലെങ്കിൽ കൂടി വന്ന 3 ദിവസത്തെ ലൈഫ് അതിനുള്ളൂ. അപ്പോൾ അത് കൂടാതെ ഇപ്പം ഞങ്ങൾ അതിൻ്റെ വാല്യൂ അഡീഷൻ ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ട് കട്ട്ലേറ്റ്, മൊമോസ്, സാൻഡ്വിച്ച്, കേക്ക്, അച്ചാറ്, ചമ്മന്തിപ്പൊടി, ഇങ്ങനെയുള്ള ഐറ്റംസാണ് കൂടുതൽ ചെയ്യുന്നത്.